രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ കാർഷികേതര നിർമ്മാണ രംഗത്തെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനമെന്ന നേട്ടം നിലനിർത്തി കേരളം. കേരളത്തിലെ ഒരു ഗ്രാമീണ തൊഴിലാളി ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടി വരുമാനം നേടിയതായി ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള RBIയുടെ ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ വ്യക്തമാക്കുന്നു. കേരളത്തിലെ ഒരു ഗ്രാമീണ തൊഴിലാളിയുടെ ശരാശരി പ്രതിദിന വേതനം 700 രൂപയ്ക്ക് മുകളിലാണ്. ഏറ്റവും കുറഞ്ഞ വേതനം നൽകുന്ന സംസ്ഥാനത്തിൻ്റെ 3 ഇരട്ടിയാണ് ഈ തുക. കേരളത്തിലെ നിർമ്മാണ രംഗത്ത് ഒരു തൊഴിലാളിക്ക് പ്രതിദിനം 894 രൂപ വേതനമായി നൽകുമ്പോൾ മധ്യപ്രദേശാണ് ഏറ്റവും കുറഞ്ഞ വേതനം നൽകുന്നത്, വെറും 292 രൂപ മാത്രം. കേരളത്തിൻ്റെ തൊട്ടടുത്ത് പോലും ഒരു സംസ്ഥാനങ്ങളുമില്ല. രണ്ടാം സ്ഥാനത്തുള്ള ജമ്മു കാശ്മീരിലെ ഗ്രാമീണ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് ശരാശരി ലഭിക്കുന്ന വേതനം 552 രൂപയാണ്. 10 വർഷം മുമ്പ് കേരളത്തിലെ ഈ മേഖലയിലെ വേതന നിരക്ക് 787 രൂപയായിരുന്നു. അന്ന് മധ്യപ്രദേശിലേത് വെറും 173 രൂപയും അതുപോലെ 198 രൂപ വേതനമുണ്ടായിരുന്ന ഒഡീഷയ്ക്ക് 355 രൂപയിലേക്ക് ഉയർത്താനും സാധിച്ചു. കാർഷിക ജോലികൾക്കായി കേരളം നൽകുന്ന പ്രതിദിന വേതനം 807 രൂപയാണ്. ഇവിടെയും ഏറ്റവും പിന്നിൽ മധ്യപ്രദേശാണ്. 242 രൂപ മധ്യപ്രദേശിൽ നൽകുമ്പോൾ ഗുജറാത്തും ഇക്കാര്യത്തിൽ മോശമാണ്. അവിടെ കാർഷിക ജോലികൾക്ക് ലഭിക്കുന്നത് 256 രൂപയാണ്. ജമ്മു കാശ്മീരാണ് ഈ രംഗത്തും കേരളത്തിന് പുറകിൽ. 566 രൂപ അവിടെ തൊഴിലാളികൾക്ക് ഒരു ദിവസം ലഭിക്കുന്നു. കാർഷികേതര ജോലികൾക്കായി കേരളം പ്രതിദിനം 735 രൂപ നൽകിയപ്പോൾ മധ്യപ്രദേശ് നൽകുന്നത് 262 രൂപയാണ്. ഗുജറാത്ത് 285 രൂപയും രണ്ടാം സ്ഥാനത്തുള്ള ജമ്മു കാശ്മീർ നൽകുന്നത് 538 രൂപയാണ്. രാജ്യത്തെ ദൈനംദിന വേതന നിരക്കിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ വലിയ അന്തരം നിലനിൽക്കുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ട്.